നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, നിങ്ങളുടെ രാവിലത്തെ തുടക്കം തന്നെ കാലുകൾക്കോ കൈകൾക്കോ ഒക്കെ തന്നെ വേദനകൾ അനുഭവപ്പെട്ടുകൊണ്ടാണോ? കുറച്ചു ദൂരം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ചു സമയം നിൽക്കുന്ന സമയത്തോ പെട്ടെന്ന് നമ്മൾ ചെയർ അന്വേഷിക്കോ, എവിടെയെങ്കിലും ഇരുന്നാൽ മതി, കാലുകൾക്ക് ബലക്കുറവും അതുപോലെ കട്ടുകഴപ്പിന്റെ പ്രശ്നങ്ങൾ, പെട്ടെന്ന് മസിൽ പിടിക്കുന്ന പ്രശ്നങ്ങൾ, ഞരമ്പ് പിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ അനുഭവപ്പെടുന്നവരായിരിക്കും മിക്കവരും ഉണ്ടാവുന്നത്. ഇത് മുതിർന്നവരിൽ മാത്രമല്ലാട്ടോ, കുട്ടികൾ മുതൽ ചെറുപ്പക്കാരിൽ വരെ ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അവർക്ക് മസിൽസുകൾക്ക് വേദനകൾ വരാറുണ്ട്. അതുപോലെ എല്ലുകൾക്കൊക്കെ തന്നെ ബലക്കുറവും ഒക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് ഈ കാലഘട്ടങ്ങളിൽ കാണപ്പെടുന്നതാണ്. പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ശരിയായിട്ടുള്ള ന്യൂട്രിയൻ വാല്യൂസ് ഇല്ലാതിരിക്കുകയും അതുപോലെ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള നീർക്കെട്ട് മൂലമാണ് ഈ ഒരു വേദനകൾ അനുഭവപ്പെടുന്നത്. അതുപോലെ നമ്മൾക്ക് ആ ഒരു ഭാഗത്തേക്കുള്ള ശരിയായ രീതിയിലുള്ള രക്തയോട്ടം കുറവായിട്ട് വരുന്ന സമയത്തും ഈ പറഞ്ഞിട്ടുള്ള വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമ്മളെ അലട്ടുന്നതാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നാരങ്ങയുടെ തൊലി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് പെയിൻ റിലീഫിംഗ് ആയിട്ടുള്ള ഒരു ഓയിൽ എങ്ങനെയാണ്, ഒരു എണ്ണ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ നമുക്ക് ഇതേ നാരങ്ങ തൊലി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ വളരെ എഫക്റ്റീവായിട്ട് ഈ ഒരു നീർക്കെട്ടും വേദനയും അകറ്റാൻ സഹായകരമാകുന്ന ഒരു പാനീയം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത്. ആദ്യം ഈ ഒരു വേദന കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിന് നമുക്ക് ആദ്യം ആവശ്യം ഒരു എണ്ണയാണ്. നമുക്ക് ഏറ്റവും ആദ്യം ബേസ് ആയിട്ട് ആവശ്യമായിട്ടുള്ളത്, ഞാനിവിടെ എടുത്തിട്ടുള്ളത് എള്ളെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും നമ്മുടെ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നല്ലെണ്ണ എന്ന് പറയുന്ന എള്ളെണ്ണ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 100 ml എള്ളെണ്ണ എടുത്തിട്ടുള്ളത്. എള്ളെണ്ണ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ വാദശമനിയായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അതായത് വാദരോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ടും പലവിധ നീര്, വേദന ഒക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. മിക്ക തൈലങ്ങളുടെയും ബേസ് ആയിട്ട് വരുന്നതും ഈ ഒരു എള്ളെണ്ണ തന്നെയാണ്. എള്ളെണ്ണ 100 ml ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ചേർക്കുന്ന ചേരുവകളാണ് പ്രധാനപ്പെട്ടത്. അതിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് നാരങ്ങയുടെ തൊലി തന്നെയാണ്. നാരങ്ങ തൊലി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ നാരങ്ങ നീര് കുടിച്ചിട്ട് തൊലി നമ്മൾ പുറമേ കളയായിരിക്കും ചെയ്യുന്നുണ്ടാവുന്നത്. എന്നാൽ ഈ ഒരു തൊലി എന്ന് പറയുന്നത് നമ്മൾ പുറമേ പുരട്ടാനും അതുപോലെ ഉള്ളിൽ കഴിക്കാനും ഏറെ ഗുണകരമാണ്. ഒരുപാട് ആയുർവേദ ട്രീറ്റ്മെന്റ്സുകളിലൊക്കെ തന്നെ നമ്മൾ നാരങ്ങ കിഴിയായിട്ട് തന്നെ സെപ്പറേറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിനർത്ഥം അത്രയധികം നമുക്ക് ആ ഒരു വേദനകൾക്കും നീർക്കെട്ട് വലിയാൻ വേണ്ടിയൊക്കെ തന്നെ ഗുണകരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് തന്നെയാണ്. 2 നാരങ്ങയുടെ തോലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ചെറിയ കത്തി കൊണ്ട് ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള രീതിയിലോ ചിറകിട്ടുള്ള രീതിയിലോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു തോൽ എടുക്കാവുന്നതാണ്. ഞാൻ 2 നാരങ്ങയുടെ തൊലിയാണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത് വരുന്നത് ഏകദേശം 1/4 സ്പൂൺ തൊട്ട് 1/2 സ്പൂൺ വരെ നമുക്ക് ഉപയോഗിക്കാം മഞ്ഞൾപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് നമ്മൾ വീട്ടിൽ നല്ല മഞ്ഞൾ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ്. കാരണം അതിൽ ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ ഇൻഫ്ലമേഷൻസിനെ, നീർക്കെട്ടുകളെ വലിയാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. അപ്പൊ ഇത് എടുക്കേണ്ട അളവെന്ന് പറയുന്നത് 1/4 സ്പൂൺ തൊട്ട് 1/2 സ്പൂൺ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി മൂന്നാമതായിട്ട് വരുന്നത് ഉലുവയാണ്. ഉലുവ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ ചിലർക്ക് സ്റ്റിഫ്നെസ്സുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മുട്ടിനാണെന്നുണ്ടെങ്കിലും നടക്കുന്ന സമയത്തൊക്കെ തന്നെ ഒരു പിടുത്തം ഉണ്ടാവാം. ഈ ഒരു പിടുത്തം കുറയാൻ വേണ്ടിയിട്ടും അവിടെ ഒരു ലൂബ്രിക്കേഷൻ പോലെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഉലുവ നമ്മൾ പുറമേ പുരട്ടുന്നതും അതുപോലെ ഉള്ളിൽ കഴിക്കുന്നതും ഒക്കെ ഗുണകരമാണ്. ഉള്ളിൽ കഴിക്കുന്ന ഒരുപാട് മെത്തേഡ്സുകൾ ഞാൻ മുന്നേയുള്ള വീഡിയോസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽ നമുക്ക് പുറമേ പുരട്ടുന്നതിലൂടെയും ഈ വേദനകളും അതുപോലെ ആ ഒരു സ്റ്റിഫ്നെസ് കുറയാൻ വേണ്ടിയിട്ടും മൂവ്മെന്റ്സ് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. ഉലുവ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് 1/2 സ്പൂൺ അളവായിട്ടുള്ള ഉലുവയാണ് എടുക്കേണ്ടത്. അടുത്തതായിട്ട് വരുന്നത് അയമോദകമാണ്. അയമോദകം എന്ന് പറയുന്നത് ആ ഒരു വേദനയുള്ള ഭാഗത്തെ വേദനകൾ അകറ്റാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. ഒരു കൂളിംഗ് എഫക്റ്റ് നൽകാൻ വേണ്ടിയും സഹായകരമാകുന്നതാണ്. അയമോദകം നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു ചെറിയ ടീസ്പൂൺ അളവാണ് അയമോദകം എടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഗ്രാമ്പൂ ആണ്. ഗ്രാമ്പൂ ഈ പറഞ്ഞ പോലെ തന്നെ വേദനകൾ അകറ്റാൻ വേണ്ടിയും അതുപോലെ ആ ഭാഗത്തെ നീർക്കെട്ടുകൾ കുറയാൻ വേണ്ടിയും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഒരു 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രം വെക്കുക. ഒന്നെങ്കിൽ ഇരുമ്പിന്റെ പാത്രമോ സ്റ്റീലിന്റെ പാത്രമോ ഏത് തന്നെ ആയിക്കൊള്ളട്ടെ. അത് വെച്ചതിന് ശേഷം ആ ഒരു ചീൻചട്ടി ചൂടാകാൻ വേണ്ടി നോക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഓരോന്നും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഇതൊരിക്കലും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് കളർ മാറുക മാത്രമാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിന്റെ അവസാനം ഈ ഒരു തൈലം പ്രിപ്പയർ ചെയ്തിട്ട് അവസാനം ഒരു കീ ഇൻഗ്രീഡിയന്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് ഈ തൈലത്തിന് കൂടുതലും നമുക്ക് ഒരു എഫക്റ്റ് നൽകാൻ സഹായകരമാകുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഈ ഒരു ചട്ടി ചൂടായതിനു ശേഷം ഇതിനകത്തേക്ക് 100 ml ആയിട്ടുള്ള എണ്ണ ഒഴിക്കാവുന്നതാണ്. ഈ എണ്ണ ഒഴിച്ചിട്ട്
അതിന് പുറമേ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങയുടെ തൊലി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തൊലി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസുകളും ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കാവുന്നതാണ്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ രീതിയിൽ നമുക്കൊന്ന് ചെറിയ ഫ്ലെയിമിലാണെങ്കിൽ പോലും അതിൻ്റെ ചൂടിലാണ് ഇതൊന്ന് തിളയ്ക്കുന്ന പോലെ തോന്നുന്നത്. പക്ഷെ നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് തിളപ്പിക്കാൻ പാടുള്ളതല്ല. വളരെ ചെറിയ ഫ്ലെയിമിൽ മാത്രം വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു നാരങ്ങ തൊലിയുടെ ഒക്കെ തന്നെ ഒരു കളർ ചേഞ്ച് ആവുന്ന സമയത്ത്, അയമോദകത്തിൻ്റെ ഒക്കെ തന്നെ കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം ചെറു ചൂടോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു തൈലം ചെറു ചൂടോട് കൂടി ഇരിക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഈ ഒരു ചെറിയ കഷ്ണം കർപ്പൂരമാണ് നമ്മൾ ചേർക്കേണ്ടത്. പച്ച കർപ്പൂരമാണ്. നമുക്ക് അങ്ങാടി കടകളിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. പച്ച കർപ്പൂരമാണ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ എഫക്റ്റീവായിട്ട് വേദനകൾ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആ ഭാഗത്തൊരു ആശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. ഈ ഒരു പച്ച കർപ്പൂരം ഈ ഒരു ചെറിയ അളവിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഈ ഒരു എണ്ണയിനകത്തേക്ക് ചേർക്കുക. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് അടച്ചു വെക്കാവുന്നതാണ്. നല്ല ആറിയതിനു ശേഷം ഒരു ഗ്ലാസിന്റെ ബോട്ടലിനകത്തേക്ക് ഒഴിച്ചു വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ എണ്ണ ഉപയോഗിച്ചോളൂ അല്ലെങ്കിൽ എണ്ണ തേച്ചോളൂ എന്ന് പറയുന്നത് അതേപടി തേക്കുക എന്നുള്ളതായിരിക്കും പലരും ചെയ്യുന്നുണ്ടാവുന്നത്. എന്നാൽ ചില മിസ്റ്റേക്കുകളൊക്കെ തന്നെ ഈ എണ്ണ പുരട്ടുന്നതിലും കാണിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് ഈ ഒരു എണ്ണ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതി പറഞ്ഞു തരാം. ആദ്യം നമുക്ക് വേദനയുള്ള ഭാഗത്ത് ഒരു 5 മിനിറ്റ് എങ്കിലും ഒന്ന് ചൂട് പിടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് തോർത്തുകൊണ്ട് നിങ്ങൾക്ക് പിടിക്കാം. ഹോട്ട് ബാഗ് കൊണ്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഹോട്ട് ബാഗ് കൊണ്ട് പിടിക്കാവുന്നതാണ്. തോർത്തുകൊണ്ട് പിടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതാവുന്നത്. അതുപോലെ നമുക്കൊന്ന് ആവി പിടിച്ചു കൊടുക്കുക. വേദന ഇപ്പം മുട്ടിനാണ് ഉദാഹരണം എന്നുണ്ടെങ്കിൽ, മുട്ടിനാണ് വേദന എന്നുണ്ടെങ്കിൽ ആ മുട്ടിന്റെ ഭാഗത്ത് മുഴുവനായിട്ടും ഒരു 5 മിനിറ്റ് തോർത്തുകൊണ്ട് ഈ ഒരു ആവി പിടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിന് പുറമേ ആയിട്ട് ഈ തൈലം നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. കുറച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം 1 സ്പൂണോ 2 സ്പൂണോ മാത്രം എടുത്തിട്ട് അതൊന്ന് ചെറുതാക്കിയിട്ട് ചൂടാക്കാം. നല്ല തീയിൽ വെച്ച് ചൂടാക്കരുത്. ചെറിയ ഫ്ലെയിമിൽ വെച്ച് മാത്രം ചൂടാക്കിയിട്ട് ചെറു ചൂടോട് കൂടിയിട്ട് പൊള്ളിക്കാത്ത രീതിയിൽ വേദനയുള്ള ഭാഗത്ത് പുരട്ടി സർക്കുലർ മോഷനിൽ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ മസാജ് ചെയ്യുമ്പോൾ ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ എങ്കിലും നിങ്ങൾ അവിടെ മസാജ് ചെയ്തിരിക്കേണ്ടതാണ്. അപ്പോൾ മുട്ടിനാണെന്നുണ്ടെങ്കിൽ മുട്ടിന് പുറമേ മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ല, മുട്ടിന് അടിയിലുള്ള മസിൽസുകളിലും ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു നീ ക്യാപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ പൊതുവെ നിങ്ങൾക്ക് മുട്ടിന് വേദനയുള്ള സമയത്ത് ഒരു ക്യാപ്പ് ഇടാറുണ്ടാവുമല്ലോ, ബാൻഡേജ് പോലെയുള്ളത്, ഒന്നെങ്കിൽ അതിടാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു തുണി വെച്ച് ഒന്ന് കെട്ടി വെക്കാവുന്നതാണ്. കെട്ടിവെച്ച് ഏകദേശം 2-3 മണിക്കൂറിന് ശേഷം മാത്രമാണ് ഇത് മാറ്റേണ്ടത്. അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്തേക്ക് ഇത് മാറ്റി ആ ഭാഗത്ത് ചൂടുവെള്ളം കൊണ്ടൊന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഇത് ആവർത്തിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ദിവസത്തിൽ 2 നേരം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. വേദന അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഏത് ഭാഗത്ത് വേണമെങ്കിലും, ശരീരത്തിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. വെറും ഒരു ദിവസത്തിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ചിലവാകുന്ന സമയം. അതുപോലെ ഇത് പ്രിപ്പയർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഇൻഗ്രീഡിയൻസുകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതും എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളാണ്. നമുക്ക് വേദനകളും നീർക്കെട്ടുകളും ഒക്കെ തന്നെ പെട്ടെന്ന് തന്നെ വലിഞ്ഞു കിട്ടാൻ വേണ്ടി സഹായകരമാകുന്ന ഒരു രീതിയാണ്. ഇത് ചെയ്തു നോക്കി നിങ്ങളൊരു 7 ദിവസം മാത്രം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എങ്ങനെയുണ്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾക്ക് അത് റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു തൈലം തന്നെയാണിത്. ഇത് ചെയ്തു നോക്കാം. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നീർക്കെട്ട് ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതും ഈ നാരങ്ങയുടെ തൊലി വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഞരമ്പുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും വിറ്റമിൻ സി നമുക്ക് ശരീരത്തിൽ കൂടുതലായിട്ടും ഉയർന്ന അളവിൽ ലഭിക്കുന്നതൊക്കെ തന്നെ നാരങ്ങയിൽ തന്നെയാണ്. അപ്പം നാരങ്ങ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴിവതും നമുക്ക് നല്ല നാരങ്ങ, അതായത് വീട്ടിലൊക്കെ ഉണ്ടാകുന്ന നാരങ്ങയാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ്. എന്നിരുന്നാലും നമുക്ക് പുറമേന്ന് വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് തുടച്ചെടുത്തിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഉള്ളിൽ കഴിക്കേണ്ടതും കൂടെ ആയതുകൊണ്ട് ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം അത് ഒരു 4 കഷ്ണങ്ങളാക്കിയിട്ട്, ഒരു നാരങ്ങ 4 കഷ്ണമായിട്ട് മുറിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് ക്യാരറ്റ് ആണ്. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 ക്യാരറ്റ് എടുക്കാം. ഇനി ചെറിയ ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ 2 ക്യാരറ്റ് എടുക്കുക. വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ പകുതി മാത്രം എടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇടുക. ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്ന മറ്റൊരു ചേരുവ എന്ന് പറയുന്നത് നമ്മുടെ കുടങ്ങൽ എന്ന് പറയും. ഞാൻ പല വീഡിയോസുകളിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് വേദനകൾ അകറ്റാനും അതുപോലെ നമുക്ക് കൊളാജന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായകരമാകുന്നതാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഓരോന്നും ഇപ്പോൾ ഈ കുടങ്ങലാണെന്നുണ്ടെങ്കിലും ഇത് നെർവ്സിന്റെ ആരോഗ്യത്തിന്, ഞരമ്പുകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ സഹായകരമാകുന്നതാണ്. ഒപ്പം തന്നെ നമുക്ക് നീർക്കെട്ടുണ്ടെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. നെർവ്സിന്റെ ആരോഗ്യത്തിന് ഗുണകരമാണ്. അതുപോലെ ബ്രെയിൻ ഹെൽത്തിന് വേണ്ടിയിട്ട് നല്ലതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റിസർച്ച് വഴി തന്നെ ഇത് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുടങ്ങല നമ്മൾ ഉപയോഗിക്കേണ്ടത് 4 മാത്രമാണ്. ഒരുപാട് അളവുകളിലൊന്നും എടുക്കരുത്. നമ്മുടെ വീടിന്റെ മുറ്റങ്ങളിലൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതാണ്. 4 മാത്രമാണ് എടുക്കേണ്ടത്. ക്യാരറ്റിലാണെന്നുണ്ടെങ്കിലും നെർവ്സിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ബീറ്റാ കരോട്ടിനൊക്കെ തന്നെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവയൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റമിൻസുകളും മിനറൽസുകളും ഒക്കെ തന്നെ നൽകുന്നതാണ്. ഈ 3 ചേരുവകൾ മാത്രമാണ് ചേർക്കേണ്ടത്. 1/4 ഗ്ലാസ് തൊട്ട് 1/2 ഗ്ലാസ് വെള്ളം വരെ മാത്രമാണ് എടുക്കേണ്ടത്. ഒന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് ഒന്ന് ജ്യൂസ് ഫോമിലായിട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ജ്യൂസ് അരിച്ചെടുക്കാതെ തന്നെ കുടിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് മധുരമോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കാതെ ഇത് അതുപോലെ കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇത് ആഴ്ചയിൽ 2-3 തവണ 11 മണി സമയത്തോ ഇല്ലെങ്കിൽ 4 മണി സമയത്തോ ഏതെങ്കിലും ഒരു സമയം, ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം മാത്രം മതി. എല്ലാ ദിവസവും കുടിക്കാമെന്ന് നിർബന്ധമില്ല. ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 ദിവസം. ഇത് നമ്മുടെ ഈ ഒരു വേദനകളും നീർക്കെട്ടുകളും മാത്രം അകറ്റും എന്നുള്ള രീതിയിലല്ല. സ്കിൻ ഹെൽത്തിന് നല്ലതാണ്, ഹെയറിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ ഓവറോൾ ഹെൽത്ത്, നമുക്കൊരു എനർജി ബൂസ്റ്റ് നൽകാൻ വേണ്ടിയൊക്കെ തന്നെ സഹായകരമാകുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള തൈലവും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിലൂടെ ഈ വേദനകളും നീർക്കെട്ടുകളും ഒക്കെ തന്നെ ഒരു പരിധി വരെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.